അറിയാവുന്നോണ്ടാ? ഓ പറയടാ. അണ്ണാ ഒരാളെന്നെ കാണണമെന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. ഓ ഞാൻ ഇങ്ങോട്ട് വരണം. അണ്ണാ 8226 അണ്ണാ. 8226 ഓക്കെ. കൊല്ലണോ? കൊല്ലാനല്ല, പാട്ട് പഠിപ്പിക്കും. ദർശനയാണോ ഇരിക്കുന്നത്? അണ്ണാ പറയടാ. വന്നപ്പോ തൊട്ട് വിഷമിച്ചിങ്ങിരുന്നേ അണ്ണാ മുതുകില്. എന്താന്ന് അറിയത്തില്ല, കൊറേ കരയും ചെയ്തു. ആരേത്? ഹലോ ദർശന, എന്നെ ശവോന്ന് വിളിച്ചപ്പോ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നേ. ഇപ്പൊ തങ്കക്കുളം എന്ത് പറ്റി ദർശനക്ക്? ചെറിയൊരു സങ്കടം. എന്താണ് ദർശനയുടെ സങ്കടം? അങ്ങനെ വലിയ സങ്കടമൊന്നുമല്ല. ഇതെന്താ XMD TV കോൾ 88 സാർ? ഇതൊക്കെ കുട്ടി ഗ്യാങ് ഡിസ്മാൻഡിൽ ആയേട്ടാ. ഞാൻ ഈ യൂണിഫോം ഒന്ന് അഴിച്ചിട്ടില്ല, ഗ്യാങ് ഡ്രസ് ഒന്ന് അഴിച്ചിട്ട് പെട്ടെന്ന് വരാം. ഇതെന്താ വിളിച്ചിട്ട് കിട്ടാതെ? ഫോണ് ചാർജ് ആവുന്നില്ലല്ലോ. ചിലപ്പോ ഇത് ലോങ് സ്ട്രീം ആയിരിക്കുവേ. വീട്ടില് നാളെ പോലോ. എടാ അനദർ കോളിലാണെന്ന് പറയണ കേട്ടോ. ഒന്ന് വിളിച്ചിട്ട് ഒന്ന് ചോദിക്കാം എന്താന്ന്. You are attempting to sit close to another player. ഹലോ കോച്ച് ഉങ്ങൾ എങ്ക ഇருக்கு കോച്ച്? നിങ്ങളിത് കണ്ടോ? എനിക്ക് പ്രൈവസി എന്ന് പറയുന്ന സാധനം ഇല്ല. SRK മംഗലശ്ശേരി നീലകണ്ഠൻ, ജർമ്മൻ കണ്ണാപ്പി, മന്ദാരം മറ്റേ ഹലോ. ഒരാണല്ല നീ, ഒരു പെണ്ണുമല്ല നീ, ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ. കണ്ണാപ്പിയുടെ അച്ഛനെ പറ്റി അവസാനമായിട്ട് കണ്ണാപ്പി ഇട്ടിട്ട് പോയ വളർത്തു അതാവ് പറഞ്ഞതാ. ഈ ഡയലോഗാണ് അവസാനമായിട്ട് അമ്മ പറഞ്ഞിട്ട് പോയത്. അതാ വിഷമം കൊണ്ട് അത് ട്രെൻഡോണാക്കി വെച്ചിരിക്കുക. കുഴപ്പമില്ല, കുഴപ്പമില്ല. ദർശന പറ, ദർശനക്ക് എന്താ വിഷമം? ആണാ, എനിക്ക് കൊറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇവിടെ സിറ്റിയില്. പക്ഷെ ഇപ്പൊ അവരാരും മൈൻഡ് ആക്കുന്നില്ല. അങ്ങനെ ഒരു ടോക്ക്. കുട്ടിയുടെ കാര്യമല്ല പറഞ്ഞ ഇവിടെ നീലന്റെ ഒരു ഐ ലവ് യു ബേബി. പറഞ്ഞു ദർശന. ആരാണ് ദർശന ആരാ ഒഴിവാക്കിയത്? ഒരാളല്ല, കൊറേ പേരുണ്ട്. ആരൊക്കെയാണ്? ടിവിയിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. എന്റെ ബാക്കി നിക്കുന്ന ഒരാളുണ്ട്. കണ്ണാപ്പിയാ? ഉണ്ട്. ഒരു ഗേൾ ഫ്രണ്ട് സെറ്റ് ആക്കാൻ വേണ്ടിട്ട് ഞാൻ എത്ര വട്ടം എന്റെ കൂടെ കൂട്ട് നിന്നിട്ടുണ്ടെന്നറിയാം. കണ്ണാപ്പി ഒന്ന് വന്നിട്ട് അങ്ങോട്ട്. ഇപ്പൊ നമ്മള് കൂട്ടിയിടിച്ച പോലെ അവന് മിണ്ടാൻ എന്ത് ബുദ്ധിമുട്ടാന്നറിയാം. എടാ നീ പെണ്ണ് തെറ്റാന്നവരെ ദർശനം എടുത്ത് നല്ല ഇതായിട്ട് സംസാരിച്ചിട്ട് ഇപ്പൊ എന്താ സംസാരിക്കാത്തെ? അണ്ണാ ഇപ്പൊ അങ്ങനെ സംസാരിക്കാൻ സമയം കിട്ടാറില്ല അണ്ണാ. ഞാൻ ദർശന പിന്നെ വല്ലപ്പോഴും അല്ലേ അണ്ണാ വരുന്നത്. മെസ്സേജിന് പിന്നെ ഞാൻ പിന്നെ ഫോൺ മെസ്സേജിൽ ആർക്കും റിപ്ലൈ കൊടുക്കത്തില്ല അണ്ണാ. ദർശന വിളിക്കത്തില്ല അണ്ണാ, ആകെ മെസ്സേജ് അയക്കും. ടിവിയുടെ ഒരു ഗ്യാങ് മീറ്റിംഗ് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ഞാനും ചന്ദ്രനും അല്ല ഞാനും വേറൊരാൾ മാത്രമേ ഉള്ളായിരുന്നു. ഇത് എത്ര പേര് ഇവിടെ? ഓ കഴിഞ്ഞ ദിവസം ടർഫ് പോയിട്ടാണോ നീല? ലോയൽറ്റി പോയിന്റ്സിനാണോ? ആണല്ലേ? ഓക്കെടാ. എന്താ കണ്ണാപ്പി കേട്ടില്ല? ഞാൻ പിന്നെ അങ്ങനെ എപ്പോഴും കാര്യങ്ങളൊന്നും എടുത്ത് നോക്കാറില്ലല്ലോ അണ്ണാ. ആണോ? മെസ്സേജ് റിപ്ലൈ നിന്റെ ഫോൺ തന്നെ കണ്ണാപ്പി എനിക്ക്. നിന്റെ ഫോൺ തന്നെ, ജസ്റ്റ് തന്നെ. അത് പ്രൈവസി ഇല്ല ഈ കാര്യത്തിലൊന്നും പ്രൈവസി ഇല്ല. നിന്റെ ഫോൺ തന്നെ.
ഞാൻ അഫ്കല്ല, ഞാൻ അല്ലാണ്ട് ഞാൻ അവൾക്ക് പാട്ടൊക്കെ പാടി കൊടുത്തിട്ടുണ്ടോ? ഒന്ന് പ്ലേ ചെയ്യില്ല അണ്ണാ. പാസ്വേഡ് എന്താടാ? പാസ്വേഡ് 000000. കുട്ടു. നാളെന്തോ എടി അവരെ രണ്ടിനെയും തമ്മി ഇപ്പൊ നല്ല രീതി അവള് നല്ല രീതി രണ്ട് വിളിച്ച് പറയാൻ പറ. എന്നിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ പിരിക്കണം. എന്നിട്ട് അവസാനം നോക്കി ഇവനെ കൊണ്ട് മറ്റേ ജക്കി വിളിക്കുന്ന മണ്ടയ്ക്ക് കൊണ്ട് മറ്റേ ആത്മഹത്യ എന്നൊരു കാണിച്ചിട്ട് സെറ്റാക്കിയ. മനസ്സിലായ? എനിക്ക് അവനെ പെണ്ണാക്കി കണ്ണപിള്ള കവിതയെ എഴുത പോയല്ലേ സിർ പറയണത് പുള്ളിയാണ് പറയുന്നത്. എഴുത പോയല്ലേ മിൻസാരം എൻ കയ്യിലോടും സുമ്മാതെ തൊട്ടാലെ തീരും തൊടവാ. കൈ നിക്കുവായിരുന്നു പോയി. കണ്ണാ, നീ അടി ഉണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നു. അത് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫോണൊക്കെ നോക്കണല്ലോ. ഫോണ് നോക്കാന് 7 പേരായേ. എന്തിനാ ഫോണ് നോക്കുന്നേ? കണ്ണാപ്പിയാണ്. എവിടെ കുട്ടി എവിടെ? അണ്ടർസ്റ്റാൻഡിങ് ഗേൾഫ്രണ്ട്. ടേക്ക് കെയർ കുട്ടു. ബൈ ബൈ. സീ യു. ഇല്ല നോക്കത്തില്ല. പറ. എന്ത് പറ്റിയാണോ? ഒന്നുമില്ല. ഇനി എന്ത് പറ്റാൻ? ഇത് പ്രേമിച്ചിട്ട് 3 ദിവസം 4 ദിവസം ആവുന്നുള്ളൂ, അപ്പോഴത്തേക്കും തുടങ്ങി. ഇല്ല സിറ്റുവേഷൻ ഒന്നും ഇല്ല. ഇവിടെ പ്രായപൂർത്തിയാവാത്ത എന്നെ കയറി അവള് പിടിക്കാൻ ശ്രമിച്ചാണ്. ഞാൻ വരാം. റേഡിയോ ഉണ്ടല്ലോ. മൂക്കൂത് ചുമ്മാ എടുത്ത് വെച്ചാണ്. നമ്മളെല്ലാം പേടിക്കുന്നത് മന്ദാരം ആട്ടമൊക്കെ കണ്ടിട്ട് കഷ്ടം. നമുക്ക് പിന്നെ നമ്മളെ പിറകെ പോകാത്തോണ്ട് സീലോ. വാസു പറ കോച്ച്. ഹലോ കോച്ച്, എവിടെയാണ്? ഞാൻ 8226. അവിടെ വരലാമാ? ഫ്രീ ആണോ? വരാം. ഇവിടെ 50 പേരുണ്ട്. വരാം. 50 പേരുണ്ട്. പ്രൈവറ്റ് ഏരിയ ആണ്, ഭയങ്കര പ്രൈവറ്റ്. ചുറ്റും എന്റെ ഫോൺ ചെക്ക് ചെയ്തിരിക്കണ വിളിക്കാത്ത കല്യാണത്തിൽ ഒരാൾ വരുന്നുണ്ട്. അടിച്ചു വിറ്റ ഒരാൾ വരുന്നുണ്ട്. അടിച്ചു വിറ്റേ മീറ്റിംഗ് ഇങ്ങോട്ട് മാറ്റിയേ. ഇങ്ങോട്ട് മീറ്റിംഗ് മാറ്റി എളുപ്പമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഇനി വരാൻ 3 പേരെ ബാക്കി തോന്നുള്ളൂ. ഗാങ് മീറ്റിംഗ് നടത്താൻ വേണമെങ്കിൽ വെച്ച്. എടാ നീ എന്തിനാണ് വന്നത്? കാണാ. എന്തിന്? എനിക്ക് സന്തോഷം കിട്ടണ്ടേ? എനിക്ക് സന്തോഷം കിട്ടണ്ട. കൊച്ചു കാലൊക്കെ ഇരുന്ന് അണ്ണന്റെ ഫ്രണ്ടില് കാല് മടക്കി. അതെ, അണ്ണന്റെ ഫ്രണ്ടിലൂടെ കാലിന്റെ മുകളിൽ കണ്ണാ പിന്നെ വന്നേ. അതെ അങ്ങനെ വേണം, ബഹുമാനം വേണം. തൂണ് പോലെ സീയൊക്കെ നിക്കുന്നുണ്ട് ഇവിടെ. മന്ദാരേ ഒരു മിനിറ്റ് അണ്ണാ. കണക്ട് 400. മന്ദാരേ അണ്ണാ 400 കണക്ട് ചെയ്യണ്ട. 400 ഫോൺ തന്നെ. പ്രശ്നമുണ്ടോ? ഇല്ല, നടക്കൂല. ടിവിക്ക് വർത്താം.
എന്റെ ഫോണ് അത് 400 ഹലോ 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 കേൾക്കുന്നുണ്ടോ ബ്രോ? ബ്രോ അത് സിറ്റുവേഷൻ ഒന്നുമല്ല. ഞങ്ങള് ശനിയാഴ്ച ഞങ്ങൾക്ക് ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വെൽക്കം ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് വന്നോട്ട് ചോദിക്കാൻ വേണ്ടി. അയ്യോ നമ്മള് ഗ്യാങ് ഹൗസിൽ ഇല്ല ബ്രോ, നമ്മള് വെളിയിലായിരുന്നു. എന്തോ ഞങ്ങളെ ഗ്യാങ് ഹൗസിന്റെ ഇനോഗ്രേഷൻ ആയിരുന്നു. എന്നത്തേക്കാ ബ്രോ? ശനി ശനിയാഴ്ച അല്ലേ? ആ ഓക്കെ ഓക്കെ, ഡീൽ ഡീൽ. ഞങ്ങൾ എത്തിക്കോളാം ബ്രോ, ഞങ്ങൾ എത്തിക്കോളാം. ഓക്കെ ഞങ്ങള് മെമ്പേഴ്സിന് പോസ്റ്റേഴ്സ് കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റ് 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 സെറ്റ്. ഹലോ എല്ലാവർക്കും അണ്ണ അടുത്തൊരാളുണ്ട് അവിടെ നിൽക്കുന്ന ചൂട്. എന്റെ ബ്രദറാന്ന് പറഞ്ഞ് എന്നെ ഇത്ര നാളും കൊണ്ടുവരുന്ന ജൂഡ്. നീ എന്താടാ ദർശനം മൈൻഡ് ചെയ്യാത്തെ? അയ്യോ മൈൻഡ് ചെയ്ത് ഞാൻ മൈൻഡ് ചെയ്ത് അണ്ണാ മന്ദാരം പറയുന്നേ. ഞാൻ മൈൻഡ് ചെയ്തല്ലോ. ദർശു പറ ഒരു സെക്കൻഡ് ദർശനം പോലെ ഫോൺ തന്നടാ. അണ്ണാ എന്റെ ഫോൺ ഇല്ല. ഫോൺ തന്നെ എവിടെ കൊണ്ട് നീ സംസാരിക്കണം, ഞാൻ സംസാരിച്ചോളാം, ഞാൻ സംസാരിച്ചോളാം. സത്യമായിട്ട് ഫോണില്ല. ചെക്ക് ചെയ്തോ? എവിടെ കാട്ടാണ് വീട് നിന്റെ? നിന്റെ അടുത്ത് അന്താരെ ഞാനൊരു കാര്യം പറയാം. 10 വരെ എണ്ണം, അതിനുള്ളിൽ തന്നില്ലെങ്കിൽ കൈവക്കി നോക്കണ്ട അവരേല്. മന്ദാപ്പിന്ന് വിളിക്കണം. പിന്നെ ഏതോ വണ്ടിക്കകത്ത് ഒളിപ്പിച്ചു കേട്ടാ. ഇവിടെ ഏതോ വണ്ടിക്കകത്ത് ഒളിപ്പിച്ചു കേട്ടാ. പിന്നെ ഏതോ വണ്ടിക്കകത്ത് ഒളിപ്പിച്ചു കേട്ടാ. ഇല്ല ഇങ്ങനെയൊക്കെ തപ്പേണ്ട കാര്യം അണ്ണൻ ചോദിക്കുമ്പോഴത്തേക്കും ഫോൺ തരാതെ തപ്പേണ്ട കാര്യം അണ്ണനുണ്ടാ? അല്ല അണ്ണ, അതിന്റെ കാര്യം ഞാൻ പറയാം. അണ്ണൻ മന്ദാരം എന്നാണ് വിളിച്ചത്. അണ്ണൻ പോയിട്ട് മന്ദാപ്പി എന്നേ വിളിക്കുക. അതാണ് എന്റെ പുതിയ പേര്. അങ്ങനെ വിളിക്കാൻ പറ്റൂല. അല്ലല്ല അങ്ങനെ വിളിക്കാൻ പറ്റൂല. അണ്ണന്ന് വിളിച്ചു നോക്ക്, അപ്പൊ ഫോൺ തരാണ്ടിക്കോ ഇല്ലെന്ന് അറിയാനൊക്കെ. എന്നോട്ട് ഇങ്ങനത്തെ വഴക്കങ്ങളൊക്കെ തുടങ്ങി അണ്ണാ. ടാബ് ക്രാഫ്റ്റ് ചെയ്യാൻ പോയ ഓർമ്മയുണ്ടോ എനിക്ക്? ഇതിപ്പോ ഒരു ബഹുമാനം ഇല്ലാത്ത പോലെയാണല്ലോ. മന്ദാരത്തിന്റെ മെയിൽ ഏതാ ഞാൻ നോക്കട്ടെ. എന്നാ നിന്റെ പുതിയ ഫോൺ മേടിച്ചു തരാം. വാ വണ്ടി ഞാൻ നിന്നെ വണ്ടിക്കകത്ത് കയറ്റി ഫോൺ മേടിച്ച് ലോഗിൻ ചെയ്തിട്ട് എടുത്തുള്ളൂ. അണ്ണന്റെ ഫോണിൽ നിന്ന് ലോഗിൻ ചെയ്യാം. അണ്ണന്റെ ഫോണിൽ നിന്ന് ലോഗിൻ ചെയ്യാം. അവനൊരു ഫോൺ ലോഗിൻ ചെയ്ത് തന്നാ മതി. എനിക്ക് ഒരു ഫോൺ മേടിച്ചോണ്ട് വരുവാ ആരെങ്കിലും. എന്റെ ഫോൺ തരാം, ലോഗ് ഔട്ട് ആക്കിട്ട്. നീ പോയിട്ട് നാളെ വാട്ടെ, വാസം കുറച്ച് തിരക്കാണ്. തിരക്കാന്ന് അല്ല അണ്ണ പറയല്ലേ കുട്ടി സെന്റി കണ്ടിന്യൂ. ഒരു മിനിറ്റ് ദർശനം പോലെ പറയടാ. ഹറാസ്മെന്റ് അവിടെ ആരെ? ദർശന നീ സംസാരിക്കില്ലേ മന്ദാരന്റെ അടുത്ത്? എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞില്ലേ അണ്ണ ഇന്നലെ? എന്ത് അണ്ണ ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ ഗാർഡിയൻ അന്ന് മിസ്റ്റർ എക്സിന് എടുത്ത്? അങ്ങനെയാണെ നാളെ തൊട്ട് എനിക്ക് ഉണ്ടിട്ട് തുടങ്ങാവോ അണ്ണ? ഒരാഗ്രഹം കൊണ്ടല്ലേ അണ്ണ ഞാൻ ചോദിച്ചത്. അണ്ണ അവിടുന്ന് മിസ്റ്റർ എക്സ് തുപ്പി കവർ കെട്ടി തൂറി മുഖത്ത് ഒട്ടിച്ച് വെച്ച് തരുന്നത് കാണണ്ടാന്ന് വിചാരിച്ചാണ് അന്നേരം അവിടെ അങ്ങനെ പറഞ്ഞത്. മനസ്സിലായേ? ഗാർഡിയനാക്കാൻ കണ്ടൊരു മോന്താവന്റെ. ദർശന അടുത്ത് കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അവള് അണ്ണനെ കിട്ടുമോ? ഐ മീൻ അണ്ണനെ കെട്ടാനാണ് നോക്കണോന്ന് നോക്കണം. എനിക്ക് സംശയമുണ്ട്. അതെന്താ കിട്ടിയ പറ്റത്തില്ലേ? നിന്റെ കെട്ടും വരിയാണോ എല്ലാം കഴിഞ്ഞ? ഇല്ല വാസന ഡിസർവ്സ് ബെറ്റർ. എന്താ ഡിസ്റ്റർബൻസാ? അത് അറിയാവുന്നവരൊന്ന് പറഞ്ഞു കൊടുത്തേ.
അങ്ങനെയാണോ? ഒന്ന് ഇംഗ്ലീഷ് കഫേല സാർ. ഞാനും ദർശനം നല്ല ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സിനെ വേറെ എന്ത് ഡിസേർവ് ചെയ്യാന്നൊക്കെ എന്താ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്താ? ഒരു പെങ്കൊച്ചിന് മുമ്പ് വെച്ച് അണ്ണാ നല്ല ഈ ചന്ദ്രനുണ്ടല്ലോ എന്നെ എപ്പോ കണ്ടാലും പറയാം അണ്ണന്റെ കല്യാണം കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം എന്നോട് വന്നിട്ട് പറയാം അണ്ണനും എലിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞതാ. അല്ല അണ്ണന്റെ കല്യാണം കഴിഞ്ഞില്ലേ? ഇല്ല അണ്ണൻ കഴിഞ്ഞില്ലേ? എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ആ അപ്പൊ ഞാനും ബാബും കൂടി നടത്തുന്ന കല്യാണോ അണ്ണന്റെ സൂസന്റെ? അതെ എന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് സൂസനായിട്ട്. ആ പക്ഷെ അതൊരു ഡ്രമാറ്റിക് കല്യാണമായിരുന്നു. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അണ്ണ പറഞ്ഞാ മതി അത്. പിന്നെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നതാ. പിന്നെ കല്യാണം കഴിച്ചത് പറയേണ്ടത്. അന്നാ അത് ശരിക്കും ഡ്രാമാറ്റിക് ആയിരുന്നാ? ഞാൻ ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല ദർശന. ഞാൻ പറഞ്ഞുതരാം. സൂസന്റെ അച്ഛന് മാറാരോഗമായിരുന്നു. പുള്ളിയുടെ കണ്ണടയുന്നതിന് മുമ്പ് സൂസന്റെ കല്യാണം കഴിഞ്ഞ് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് പുള്ളിയുടെ കണ്ണടയുന്നതിന് മുമ്പ് ഒന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് അറേഞ്ച് ചെയ്തൊരു കല്യാണം കഴിച്ചതാണ്. പക്ഷെ അത് സൂസൻ ഫേക്ക് മാരേജ്. അതുപോലെ 18 വരെ കണ്ണടയുന്നതിന് മുന്നേ അവസരം അങ്ങനെ പലരെയും 18 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആഗ്രഹം നിറവേറ്റാൻ. പിന്നെ നന്മ മരം ഒന്ന് ഒതുക്കി കഴിഞ്ഞോണ്ടല്ലോ ആ തലേന്ന് വീണ മൊത്തം നന്മയാണ്. കുട്ടി വാരി എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഉള്ള കാലം മൊത്തം ജീവിക്കാം. ചന്ദ്രൻ പറഞ്ഞു അണ്ണ എന്നെ ഇഷ്ടാന്ന് പറഞ്ഞ ചന്ദ്രൻ ചാടിച്ചാവുന്നു. എന്താ കേട്ടില്ല? അണ്ണ എന്നെ ഇഷ്ടാണെന്ന് പറയുന്ന അന്ന് ചന്ദ്രൻ ചാടിച്ചാവുന്നു. നല്ല ട്രിക്കടി മോളെ അണ്ണനെ കൊണ്ട് പറയിപ്പിക്കാൻ നടക്കപ്പോ. I love you. ആണുങ്ങൾക്കല്ലേടാ ഇവനെന്താ റോളാന്നില്ലേ? അണ്ണാ ഇവിടുന്ന് ചാടി ചാവും. ഇവിടുന്ന് അതാണ് സെറ്റ് ആയാലേ ചാടത്തുള്ളൂ. മനസ്സിലായ? അണ്ണ മാത്രല്ലേ പറഞ്ഞുള്ളൂ. ആ ഇപ്പൊ അണ്ണ മാത്രല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ സെറ്റ് ആവണെങ്കിൽ എന്നാണ് പറഞ്ഞത്. ആ പറയടി നീ പറ. ഐ ലവ് യു പറയടി. അണ്ണ ഇങ്ങോട്ട് വന്നേ. ഇല്ല അണ്ണ ഇങ്ങോട്ട് വരില്ല. അണ്ണ ഇല്ല ഇല്ല നമ്മള് ചോറ് നല്ല രസമായിരുന്നേ കണ്ടത്. അതെങ്ങനെ ചാടിച്ചാവാൻ തോന്നുന്നു. എടി നിനക്ക് ഇഷ്ടമുണ്ടല്ലേ? അല്ലെങ്കിൽ നീ ചാടി എനിക്ക് ചാടണം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല ചന്ദ്രു ചാടുവന്നല്ലോ ഒരു അണ്ണ ഐ ലവ് യു പറഞ്ഞല്ലോ. ഒന്നും നോക്കാം. നിനക്കെന്താ പറഞ്ഞ അങ്ങോട്ട് പറയാക്കോട്ടെ. പറഞ്ഞപ്പോ ചന്ദ്രു ചാടിച്ചാവോ? നീ പറഞ്ഞോ പറയാൻ പറ്റൂലെങ്കിൽ പറഞ്ഞോ. എട്ടാത്ത പെണ്ണ് പറയൂ. എട്ടാത്ത പെണ്ണ് ചാടിച്ചാവോ? എട്ടാത്ത പെണ്ണ് വാസണ്ട തേച്ച് സെറ്റ് ആവുന്നതിന് ചേട്ടാ വളച്ച് അണ്ണം വളഞ്ഞു ചേട്ടാ ഇതിനു മുമ്പേ. റിപ്ലൈ ഇല്ല. എന്തോ എനിക്കണ്ണനോടൊരു സംസാരിക്കണം. അത് പറ്റൂല. തീരുമാനം ഉണ്ടാക്കിട്ട് പോയാ മതി. അതെ നമ്മളറിയാതെ ഇന്നേരെ വാസുവിന്റെ ലൈഫിൽ ആരും വന്നിട്ടില്ല പോയിട്ടുമില്ല. നിനക്കൊന്നും പറയണ്ട. ഇപ്പൊ പറഞ്ഞോ. നിങ്ങളുടെ മുമ്പ് വെച്ച് പറയത്തുള്ളൂ. അണ്ണന് ട്രാൻസ്പെറന്റ്. നമുക്കൊക്കെ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു ജീവിതമെങ്കിലും ഈ അഖിൽ ജോർജിനൊക്കെ ഡെയിലി വീഡിയോ അതെ ഇപ്പൊ കുട്ടി ഇഷ്ടപ്പെട്ടാലും നമ്മള് വാസുവിന് കുട്ടിക്ക് തരാനൊന്നും പോകണില്ല. എന്നാലും ഞാൻ ചോദിക്കാണ്, തക്കടി വീട്ടിലെ വാസുവിന് ഇഷ്ടമാണോ ഇല്ലേ? അല്ലേ ആണോ? വാസുണ്ണ ഐ ലവ് യു ടു. അതിന് ചാടിക്കോ. ഞാൻ കൊല്ലാം. എന്നാ വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? കോച്ച കൊന്നേക്കെ.
ഇനിയിപ്പോ ഞാൻ വാസോണ്ടോട് എനിക്ക് സംസാരിക്കാലോ. അന്നേരം നാണോ അതെങ്ങനെ ഉണ്ടായിരുന്നു എന്റെ അടവ്? ഇതൊക്കെ നമ്മള് കൊറേ കണ്ടതല്ലേ എണ്ണ? ഇത് പെണ്ണുകളെല്ലാം കണ്ടതല്ലേ? ഇനി അവളെ ഇത് ഭയങ്കര പെട്ടെന്നായിരുന്നു, മനസ്സിലായോ? ഇത് ചില കാര്യങ്ങൾ ഭയങ്കര പെട്ടെന്നാ. അണ്ണ സ്നേഹത്തോടെ ഇത് കുട്ടൂന്ന് വിളിച്ചു. കുട്ടൂന്ന് അങ്ങനെ അണ്ണ പറയുന്നേക്കെ അണ്ണാ ദർശൂന്ന് വിളി. ദർശൂന്ന് അല്ലെങ്കിൽ ഇത് പറ അണ്ണാ അതില് ദർശു മുടി അയച്ചിടുന്ന എനിക്ക് ഇഷ്ടം എന്ന് പറയണ. ധൈര്യമായിട്ട് വിളിയണ്ണ. ധൈര്യമായിട്ട് പറഞ്ഞോ. ഞാൻ ബ്ലാക്ക് മാജിക് ഫുൾ സപ്പോർട്ട്. അതാ ചന്ദ്ര സൗണ്ട് ചന്ദ്ര ശരിക്കും നീ സെറ്റ് ചെയ്ത് തരാൻ നോക്കിയതാണോ ഇത് മുടക്കാൻ നോക്കിയതാണോ? സെറ്റ് ചെയ്ത് നോക്കിയേ. ബ്ലാക്ക് മാജിക് ഇനിയാണ് എന്തുകൊണ്ടും വീഴത്തുള്ളൂ. ഞാനായിരുന്നേ ഇപ്പൊ വളച്ചു നോക്കാൻ പറ്റുമോ? ദർശു നമുക്ക് ഒറ്റയ്ക്ക് ഒന്ന് മാറി സംസാരിക്കാം. പിന്നെ കൊണ്ടുവരും. ഞാൻ എന്ത് പറയടാ? ഞാൻ പ്രിപ്പയർ അല്ലേ? അണ്ണ ഒരു കാര്യം ദർശനെ സെറ്റ് ആവുന്നതൊക്കെ കൊള്ളാൻ ദർശനം. നമ്മുടെ അണ്ണനെ നമ്മുടെ പിരിക്കാൻ നോക്കല്ലേ നീ? പറ്റി ഇവർക്കൊക്കെ നമ്മള് നല്ല ഫ്രണ്ട്സ് അല്ലേ? അതെ, ഫ്രണ്ട്സ് അമ്മയല്ലേ പറയുന്നതിന് എന്താ കുഴപ്പമുണ്ടോ? ഇല്ല. കൽവിലുള്ളിൽ നീയാണ്. ഇവരെല്ലാരും ഒളിച്ചു വെക്കുന്നു. ദർശനമൊക്കെ അല്ലേ? ഞാൻ ഓക്കെയാണെന്നാ. അതറിഞ്ഞാ മതി. അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഒരു സെക്കൻഡ് ദർശന. അണ്ണാ ഫ്രണ്ട്സ് എന്തോ പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു. എന്താണ് സീൻ? എന്തായിരുന്നു അണ്ണന്റെ അടുത്ത് ഫ്രണ്ട് സോൺ ആക്കി വിട്ടോ അവള്. എന്താണ് ചന്ദ്ര നിനക്ക്? ഇല്ല ഈ എട്ടാം പ്രേമം അണ്ണനെ തേച്ച് കഴിഞ്ഞാ അണ്ണൻ അങ്ങനെ അങ്ങനെ അണ്ണനെ നമുക്ക് ഇട്ടുകൊടുക്കില്ലല്ലോ നമ്മളണ്ണനെ. പിന്നെ ചന്ദ്ര അലിന ചേച്ചിയെ പ്രേമിക്കുമ്പോ അണ്ണനോട് ചോദിച്ചിനാ? എന്താ പിന്നെ അന്നാ നോക്കണ്ട അണ്ണ എന്നെ ബാക്കിൽ പോണ്ട അണ്ണ. ഞാൻ പറയുന്നത് അണ്ണ എന്നെ പോലെ ആൽഫാമയിലാവണമെന്നാണ്. സത്യം അണ്ണ വേണ്ടെന്ന് വെച്ചിട്ടാ. നമ്മക്കും പാട്ടണ്ണ. ഒരു കാര്യം പറയട്ടെ അച്ചിപ്പട്ടികളെ, നീ നിനക്കൊക്കെ എല്ലാത്തിനും പെണ്ണുണ്ട്. എല്ലാത്തിന്റെ ഒരു പേര് ഞാൻ കുറച്ചു മുമ്പ് കൂടെ കണ്ടിട്ട് വന്നതാ. തൂറി കവർ എനിക്കില്ല. ഞാനൊരു പ്രോപ്പർ അൽഫാമയിലാണ്. നീ കുണ്ടനല്ലേ? ആ കുണ്ടനാണെങ്കിലും പറയാം. ആരും അങ്ങോട്ട് വരല്ലേ. വരുന്നമാരെല്ലാം ഞാൻ വെടിവെച്ചിടുവേ. വേറെ കേസോടെ പറഞ്ഞു. ദർശന, എനിക്കറിയാം തിരിച്ചൊന്നും പറയാൻ പറ്റില്ലെന്ന്. EMS റിപ്പർവാസമാണോ? അല്ല, ഞാനാ നേരത്തെ വിളിച്ച. ആണല്ലേ? ഓക്കെ. റിപ്പർവാസ
ദർശനെ ഏട്ടാ വിളിക്കാം. അസണ്ണ ഇത് മാർട്ടിൻ എന്റെ ബ്രദറാണ്. ബ്രദറാണല്ലേ? ഓ ഞങ്ങൾ ഇവിടെ ഇത്ര നേരം ബ്രദറിനോട് സംസാരിച്ചിട്ടിരിക്കുവായിരുന്നു. ചെറിയൊരു ഇഷ്യൂ വലിയ മാസം പറ ദർശന. അസണ്ണൻ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ് ദർശന. അസണ്ണ എനിക്ക് ഈ സിറ്റിയിലുണ്ടല്ലോ ഇപ്പൊ എനിക്ക് ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അസോട്ടനെ. ശരിക്കും അതെന്താ അങ്ങനെ? അറിയില്ല, ഞാൻ കൊറേ മെസ്സേജ് ഒക്കെ ഇട്ടിട്ട് അണ്ണൻ എന്താ നോക്കാത്തെ? ദർശന എന്റെ ലൈഫ് ഇങ്ങനെയാ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ടി വിക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് അതിന്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. ഇപ്പൊ സിറ്റിയിൽ വരുമ്പോൾ എനിക്ക് ടി വിയുടെ കാര്യങ്ങളാണ് ഏറ്റവും ഫസ്റ്റ് കൺസേൺ. ഇപ്പൊ ഒരു വാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും കൺസൈൻമെന്റ് ആയിക്കോട്ടെ എന്താണേലും സിറ്റിയിൽ വന്നാൽ ആദ്യം റേഡിയോ കയറുക, സംസാരിക്കുക, അത് കഴിഞ്ഞിട്ടേ ഉള്ള ഫോൺ എടുക്കുന്ന പരിപാടിയൊക്കെ. അപ്പോൾ റേഡിയോയിൽ കയറുമ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കാനും മെസ്സേജ് അയക്കാനും ഞാൻ അങ്ങനെ ആരുമായിട്ട് റെഗുലർ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളല്ല. അതാണ് പ്രശ്നം. ദർശനം ഓക്കെ അല്ലേ? ഓക്കെ. എന്തേലും ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി. നമ്മള് വിളിച്ചാ ഫോണൊക്കെ എടുക്കും. ഞാൻ പെട്ടെന്ന് മെസ്സേജ് കാണത്തില്ല. നിങ്ങൾ മെസ്സേജിൽ എങ്ങനെ റിപ്ലൈ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. ഞാൻ ഫ്രീ ആകുമ്പോ വന്ന് കണ്ടോളാം. ഞാൻ പിന്നെ തിരക്കാണെങ്കിലോന്ന് വെച്ചാണ് ഞാൻ വിളിക്കാത്തത്. എനിക്കറിയാലോ കൊറേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് വിളിക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് മീറ്റിങ്ങിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ മെസ്സേജ്. ഫ്രീ ആണെങ്കിൽ എന്തായാലും തിരിച്ചു വിളിക്കുമല്ലോ. തിരിച്ചു വിളിക്കും. അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് ഇടുന്നത്. ഓ മനസ്സിലായി. ടൈംസ് എല്ലാം ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. മനസ്സിലായി ദർശന. എനിക്ക് എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ദർശന ഒരു സെക്കൻഡ്. മുമ്പേ മിസ് ചെയ്യുന്നു പറഞ്ഞത് ഫ്രണ്ടായിട്ടല്ലേ? ഒന്നും പറയാത്ത ആണെന്ന് പറ. അണ്ണന് ഞാൻ ഫ്രണ്ടല്ലേ? അതെ. മാറ്റമൊന്നും ഇല്ലല്ലോ. അണ്ണൻ എന്നെ ഫ്രണ്ടായിട്ട് കാണുന്നെങ്കിൽ ഞാൻ അണ്ണന്റെ നല്ലൊരു ഫ്രണ്ടാണ് ആയിരിക്കും. താങ്ക് യു. അണ്ണന്റെ ഫ്രണ്ടല്ല അല്ലാണ്ട് എന്നെ കാണുന്നെങ്കിൽ എന്താ കേട്ടില്ല? അണ്ണ ഇവിടെ എല്ലാരും നിക്കുന്നു. ഇവനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഞങ്ങളുടെ ഈ പ്രൈവസിയിൽ ഇന്റർഫിയർ ചെയ്യണത്. അണ്ണാ നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? അപ്പൊ പ്രശ്നമില്ലല്ലോ. നമ്മളെ സൺബാത്ത് ഒരു മിനിറ്റ് ദർശനം. പ്രൈവസി ഉണ്ടാവാ ദർശന. എന്തോ ഞാൻ വേറൊരു ദിവസം വന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം ദർശന. ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെ പറഞ്ഞാലേ യുവമാരാണ് എനിക്ക് വലുത്. യുവമാരാണ് എനിക്ക് ഫസ്റ്റ്. എനിക്ക് അവന്മാരെ ഒഴിവാക്കി വിടാൻ പറ്റൂല. ഫ്രീ ആവോ വന്നാ മതി. ഞാനവിടെ വെയിറ്റ് ചെയ്യും. ദർശന ഞാൻ വിളിച്ചോളാം. ദർശന ഓക്കെ ആയിട്ടിരിക്കട്ടാ. ചില്ലായിട്ടിരിക്കെ കൂളായിട്ടിരിക്കെ. ഓ
ഒരു സെക്കൻഡ്, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു കഴിയുന്നത്. ഞാൻ ഒരുമാതിരി ഇതായിപ്പോ. അയ്യോ RP ഒക്കെ ആണെങ്കിൽ നമ്മളൊരു ചില്ലായിട്ടിരിക്കുന്ന